मेरे प्यारे बच्चों, नमस्ते। आप सभी का हिंदी कक्षा पे स्वागत है। प्रिय बच्चों, पिछली कक्षा में हम क्या क्या चर्चा करते थे? हाँ, देखिए, साहिल अपनी पेन में स्याही भरने के लिए बेला के साथ स्टेशनरी दुकान पे पहुंचता था। वो समय दुकानदार भैया साहिल और बेला के साथ संवाद या बातचीत करते थे। ठीक है, कहानी के शेष भाग में क्या संभव होगी हम देखें। ठीक है, कक्षा में दोनों पास पास പഠിത്തേ थे. ക്ലാസ്സിലെ രണ്ടാളും ഒരുമിച്ചായിരുന്നിരുന്നത്. കോപ്പി में काम करते तो दोनों കോപ്പി में काम करते थे. നോട്ട്ബുക്കിൽ എന്തെങ്കിലും എഴുതുകയാണെന്ന് വെച്ചാല് രണ്ടാളും നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരുന്നു. ഇനി നോക്കൂ, കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. നീ ബുക്ക് വായിക്കുക വെച്ചാല് രണ്ടാളും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് അവര് എഴുതുക വെച്ചാല് ഒരാൾ എഴുതുമ്പോ അടുത്ത ആളും എഴുതും, ഒരാൾ വായിക്കുക വെച്ചാല് രണ്ടാമത്തെ ആളും വായിക്കും. ഇനി നോക്കൂ, ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. അയ്യോ, ആശ്ചര്യമുള്ള കാര്യമാണ്. എന്താണെന്നറിയോ? പാഠം പോലും ഒന്നായിരിക്കും എന്നുള്ളതാണ്. നേരെ മറിച്ച് പാഠം പോലും ഒന്നായിരിക്കും. ഒരേ സമയത്ത് ഒരേപോലെയുള്ള കാര്യങ്ങളാ ചെയ്യാം. അതാണ് ഇവരുടെ പ്രത്യേകത. ആ സൗഹൃദത്തിന്റെ മാധുര്യം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരേ മനസ്സുള്ളവരാണ് അല്ലെ. രണ്ട് ശരീരമാണെങ്കിലും ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് സുന്ദരങ്ങളായ പുഷ്പങ്ങളാണ് ബേലയും സാഹിലും. ഒരേ സഹയാത്രികർ, ഒരേ തൂവൽ പക്ഷികൾ. ശരി, साहिल चमक उड़ी सन 57 में वो तलवार पुरानी थी. पढ़ता तो बेला भी चमक उड़ी सन 57 में वो तलवार पुरानी थी പഠിത്തി थी. അപ്പൊ അവരുടെ പുസ്തകത്തില്, ഹിന്ദി പുസ്തകമാണ് അവര് വായിക്കണത്. അതിലൊരു കവിതയുണ്ട്, ഝാൻസി ലക്ഷ്മി റാണിയെ കുറിച്ച് സുഭദ്ര കുമാരി ചൗഹാൻ എഴുതിയിട്ടുള്ള കവിത. അതിലെ ഒരു വരിയാണ് അവരിപ്പോ വായിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ കഥാകൃത്ത് നമ്മളെ കാണിക്കുന്നത്. ഒരേ സമയം ഒരേ കാര്യമാണ് വായിക്കുക എന്ന് പറഞ്ഞില്ലേ, അതിന് നമുക്ക് മുമ്പിൽ സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് കഥാകൃത്ത് ഇപ്രകാരം നമ്മളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ചമക്കുടി സൻ 57 തിളങ്ങി ഉയർന്നിരുന്നു. സൻ 57 കൊല്ലവർഷം 57കളില്, 1857, 1857കളില്. എന്താ പ്രത്യേകത ആ വർഷത്തിന്റെ? നിങ്ങൾക്കറിയാം. ആപ്കോ ജാനത്തെ ഹേ, ആപ്കോ ജാനതാ ഹേ, ഏ ക്യാ ഹേ? ഒന്നാം സ്വാതന്ത്ര്യ സമരം കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന, പടർന്ന് പന്തലിച്ച് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ധീര വനിത, ധീരയോദ്ധാവിനെ പോലെ പടവെട്ടിയ നാടാണ് ഭാരതം. ആ ധീര വനിതയെ കുറിച്ച് ഉള്ള കവിതയാണ് ഇവിടെ വായിക്കുന്നത്. അതാണ് 57കളില്, കൊല്ലവർഷം 57കളില് തിളങ്ങി ഉയർന്നിരുന്നു വാനോളം ആ വാളുകൾ, പക്ഷേ അവ പഴക്കമുള്ളതായിരുന്നു എന്ന വരി വായിക്കുന്ന സമയത്ത് ബേലയും അതേ വരി തന്നെ അതേ സമയത്ത് തന്നെ വായിച്ചുകൊണ്ടിരിക്കും. അതാണ് പ്രത്യേകത. ബേല കേത്തി ബഹൻജി പാനി പീനെ ചലി ജാവൂ. ബേല ചോദിക്കാണ്, ടീച്ചറോടാണ് ചോദിക്കുന്നത് കേട്ടോ, പക്ഷെ വിളിക്കണ എന്താണ്? ചേച്ചി എന്നാണ്. ചില സ്കൂളുകളിൽ അങ്ങനെയാണ്. അത് ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ള അന്തരം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നാ പറയണത്. എന്തായാലും ശരി, ജോ ബി ഹോ യെ ഛോഡ് ദേന യഹാൻ ധ്യാൻ ദേന, ठीक है. അപ്പൊ എന്താ പറയണത്? ബഹൻജി, ടീച്ചറെ, പാനി പീനെ ചലി ജാവൂ, ഞാന് വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ചോദിക്കുകയാണ്. സാഹിൽ പി കേത്ത, സാഹിലും പറഞ്ഞു,
ബഹൻജി പാനി പീനെ ചലി ജാവൂ, വെള്ളം കുടിക്കാൻ പോട്ടെ ടീച്ചറെ എന്ന് സാഹിലും പറഞ്ഞു. അതേ സമയത്ത് തന്നെ गणित के मैथ साहब सुरेंद्र जी का पीरियड ഖേൽഗണ്ടി के बाद आता था. PT പീരീഡിന് ശേഷമായിരുന്നു മാത്തമാറ്റിക്സിന്റെ പീരീഡ്. അതെടുത്തിരുന്നത് ആരാണ്? സുരേന്ദർജി. സുരേന്ദ്രൻ മാഷാണ്, സുരേന്ദ്ര സാറാണ് मैथमेटिक्स सार. घेलकंडी के बाद वे कौन सा विषय पढ़ते थे? हाँ, गणित शास्त्र. अच्छा है, बहुत अच्छा है. सो गणित के अध्यापक का नाम क्या था? अब बोलिए. हाँ, सुरेंद्र जी. ठीक है. बच्चे उनसे कांपते थे. കുട്ടികൾ അദ്ദേഹത്തെ ഭയന്നിരുന്നു. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ കുട്ടികൾക്ക് ഭയമാണ്. और घेलकंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അതുകൊണ്ട് തന്നെ കളി പീരീഡ് അവസാനിക്കുന്നതിന്റെ 2 മിനിറ്റ് നേരത്തെ തന്നെ അവരെല്ലാവരും, എല്ലാ കുട്ടികളും ക്ലാസ്സിൽ വന്ന് അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുമായിരുന്നു, അവരുടെ സ്ഥലങ്ങളിൽ ഇരിക്കുമായിരുന്നു. അവർ വളരെ സൈലന്റ് ആയിട്ട്. അത്ര ഭയമായിരുന്നു, അത്ര പേടിയായിരുന്നു സുരേന്ദ്രൻ സാറിന്. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു മാത്തമാറ്റിക്സ് സാർ? ഇല്ല എന്ന് ഞാൻ വിചാരിക്കണു. കാരണം നമ്മുടെ അധ്യാപകരൊക്കെ നല്ല അധ്യാപകരാണ് അല്ലേ? യെസ്. സുരേന്ദർ ജി മാത്സ് സാബ് ഇസി പീരിയഡ് മേ കോപ്പി ജാഞ്ചത്തെ थे. ഇതേ പീരിയഡിലാണ് സുരേന്ദ്രൻ സാറ് ഹോംവർക്ക് ചെക്ക് ചെയ്തിരുന്നത്. കാര്യങ്ങളായിട്ട് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ആ നോട്ട്ബുക്ക് പരിശോധിക്കുന്ന ജാഞ്ചിത്ത, പരിശോധിക്കുന്ന സമയം ഈ പീരീഡിലാണ്. जरा सी गलती पर बच्चों को इधर उधर फेंक देते थे या झापड़ मारने लगते थे. ഒരു ചെറിയ തെറ്റിന് പോലും അദ്ദേഹം കുട്ടികളെ ഇവിടെയും അവിടെയുമായിട്ട് വലിച്ചെറിയുമായിരുന്നു. യാ അല്ലെങ്കിൽ ജാപ്പട് മാർനെ ലഗത്തെ, ചാടി വീണ് അടിക്കുമായിരുന്നു കുട്ടികളെ. അത്രയും ക്രൂരനായ അധ്യാപകനാണ് സുരേന്ദ്രൻ സാർ. വേ ഏക് ക്രൂർ അധ്യാപക थे. उनका हाथ चलना शुरू होता तो रुकना भूल जाता था. അദ്ദേഹത്തിന്റെ കൈകള് ചലിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് നിർത്താൻ മറക്കുമായിരുന്നു അദ്ദേഹം. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. എന്താ അത് പറഞ്ഞു കഴിഞ്ഞാല് അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, നിർത്താണ്ട് അടിച്ചോളൂ എന്നുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടമല്ലേ? യെസ്. एक दिन सुरेंदर जी मैथ साहब ने बेला के बालों में पंजा फंसाया. ഹൈ, നിങ്ങൾക്ക് കേൾക്കണോ? യെസ്. ഒരു ദിവസം അദ്ദേഹം, നമ്മുടെ ബേലല്ലേ, ബേലക്കുട്ടിയുടെ മുടിയിലങ്ങട്ട് ചുഴച്ചങ്ങട്ട് പിടിച്ചു. പഞ്ചാഫൻസായ ചുറ്റിങ്ങട്ട് പിടിച്ചു. എന്നിട്ട് पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वो गलती थी ही नहीं. ഒരു പക്ഷെ ഈ തെറ്റ് കണ്ടിട്ട് അദ്ദേഹം അവളെ മുടി ചുറ്റി പിടിച്ച് എറിയ തന്നെ ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. പക്ഷെ ഇനി അങ്ങനെ ചെയ്തു വെച്ചാലോ അത് ഒരു തെറ്റും ആയിരുന്നില്ല. വോ ഗലത്തി ഥി ഹി നഹി എന്നാണ് പറയണത്. അതൊരു തെറ്റും ആയിരുന്നില്ല. അങ്ങനെ ചെയ്തു വെച്ചാലും തെറ്റായിരുന്നില്ല. കാരണം എന്താ? അദ്ദേഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് അദ്ദേഹം ചെയ്യാറുള്ളത്. അത് എല്ലാവർക്കും അറിയാം. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. ബേലയുടെ ഭയം നിറഞ്ഞ മുഖം കണ്ടിട്ട് സാഹിൽ വല്ലാതെ ഭയപ്പെട്ടു പോയി ആ കുട്ടി അല്ലേ? കാരണം ബേലയെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തില് സാഹിലിനെ ശിക്ഷിക്കുന്നതിന് തുല്യാണ്, സംശയമില്ല. അപ്പൊ നോക്കൂ, उसने देखा कि बेला के पाव अभी भी कांप रहे हैं. അവൻ കണ്ടു ഇപ്പോഴും ബേലയുടെ കാലുകള് വിറച്ചുകൊണ്ടേയിരിക്കുന്നു.
जैसे वो गड़े गड़े അഭി ഗിർ ജായേഗി. എപ്രകാരം എന്നാൽ അങ്ങനെ നിന്നുകൊണ്ടങ്ങനെ അവളിപ്പോ വീണു പോയേക്കുമോ എന്ന് വരെ അവന് തോന്നി. വീണു പോവും എന്ന് തന്നെ അവൻ ശങ്കിച്ചു. सुरेंद्र जी में साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. സുരേന്ദ്രൻ സാറ് അവളുടെ ബുക്ക് എടുത്തിട്ട് അവൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, പോയിരിക്കടി അവിടെ എന്ന്. ഇരിക്കടി അവിടെ പോയി എന്ന് അവളോട് പറഞ്ഞു. വല്ലാത്തൊരു കഷ്ടമല്ലേ. ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. मैं साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. സാറിന് വേണച്ചാല് സാറിന് വേണച്ചാല് എന്നെ ഒരുപാട് അടിക്കാം, ഒരു പ്രശ്നമില്ല എനിക്ക്. പക്ഷെ അതെന്റെ പ്രിയപ്പെട്ട സാഹിലിന്റെ മുന്നിൽ വെച്ച് ആവരുത് എന്ന് മാത്രമേ ആ കുട്ടി പ്രാർത്ഥിച്ചതേ ഉള്ളൂ. वो साहिल के सामने खुद को शर्मिदा महसूस कर रही थी. അവൾ ആദ്യമായിട്ട് സാഹിലിന്റെ മുമ്പില് ലജ്ജിതയാക്കപ്പെട്ടു. ലജ്ജ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഷർമിത ലജ്ജ, മെഹസൂസ് പ്രകടിപ്പിക്കുക, കർ രഹീതി ചെയ്തുകൊണ്ടിരുന്നു. ക്യോംകി എന്തുകൊണ്ടെന്നാൽ വോ ജാൻതി തീ കി അവൾക്കറിയാമായിരുന്നു, കി എന്തെന്നാൽ വോ സാഹിൽ കി നസർ മേം ബഹുത് അജി ഹെ അവൾ സാഹിലിന്റെ മുമ്പില് വളരെ നല്ലവളാണ് എന്നത് അവൾക്കറിയാമായിരുന്നു. എല്ലാം തകർന്നു പോയില്ലേ ഇപ്പോ. അതാണ് ആ വേദനയാണ് അവളെ കാർന്നു തിന്നുന്നത്. ജബ് വോ ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. എപ്പോഴാണോ അവള് അവന്റെ അടുത്ത് ചെന്ന് വീണ്ടും ഇരുന്നത്, ആ സമയത്ത് അവൾക്ക് അവനെ നോക്കാൻ പോലും കഴിഞ്ഞില്ല, ആയില്ല, മനസ്സ് സമ്മതിച്ചില്ല. അത്രത്തോളം നാണം കെട്ടുപോയി ബേല ആ ക്രൂരനായ അധ്യാപകന്റെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ. അല്ലേ? तो आज की कक्षा यहाँ समाप्त होती है. फिर मिले अगली कक्षा पे. घर पर रहिए, सुरक्षित रहिए. धन्यवाद.